Hi everyone, this is me, Casac Benjali. പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. സംരംഭകർക്ക് വിജയിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ നിങ്ങൾ അത്ര വലിയ വിജയം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ ആവശ്യമായതും ഒരു ബിസിനസ്സുകാരന് വിജയിക്കാൻ ആവശ്യമായതും ഒരു ബിസിനസ്സിന് വിജയിക്കാൻ ആവശ്യമായതുമായിട്ടുള്ള വിവിധ തരത്തിലുള്ള സ്ട്രാറ്റജികളും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ടിപ്സുകളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പ്ലാറ്റ്ഫോമിലൂടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ്സുകാരനാവട്ടെ, നിങ്ങളൊരു പ്രൊഫഷണൽ ആവട്ടെ, നിങ്ങളെ എങ്ങനെ ഒരു സൂപ്പർ സക്സസിലേക്ക് കാലാകാലങ്ങളായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കാം. ഒരു ബിസിനസ്സുകാരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ടെമ്പററി സക്സസ്, അല്ലെങ്കിൽ ഫോർ എ ടൈം ബീയിങ്ങിൽ നമ്മൾ സക്സസ് ആവുന്നു. അത് കഴിയുമ്പോൾ ആ ഒരു ചലഞ്ചസ് വരുന്നു, ഒരു പുതിയ ചലഞ്ചസ് വരുന്നു, അതിന് ഓവർകം ചെയ്യാൻ പറ്റാതെ ബിസിനസ് പൊട്ടിപ്പോകുന്നു. ഞാൻ ഒത്തിരി സംരംഭകരുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ബിസിനസ്സുകാരുമായിട്ട് പല രീതിയിലും ഇപ്പോൾ ലീഡർഷിപ്പ് ലെവലിലുള്ള ആളുകളാണെങ്കിലും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് പലരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ എൻ്റെ ബിസിനസ് 5 വർഷം മുമ്പ് വരെ വലിയ സക്സസ് ആയിരുന്നു, പിന്നെ അത് പൊട്ടിപ്പോയി. പിന്നെ കോമ്പറ്റീഷൻ വന്നപ്പോൾ, ആമസോൺ വന്നപ്പോൾ, ഫ്ലിപ്കാർട്ട് വന്നപ്പോൾ, ജിയോ വന്നപ്പോൾ, ട്രെൻഡ്സ് വന്നപ്പോൾ, സൂഡിയോ വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ടെക്നോളജിയിലേക്ക് മാറിയപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഫേസ്ബുക്ക് വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാ സക്സസിനും ഒരു ലിമിറ്റഡ് ടൈം ഉണ്ട്, അത് ഓർക്കുക. എല്ലാ സക്സസിനും ലിമിറ്റഡ് ടൈം ഉണ്ട്. നമ്മൾ ട്രെയിനിങ് ഫീൽഡിലേക്ക് വന്ന സമയത്ത് എല്ലാം ഓഫ്ലൈൻ ആയിരുന്നു. വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബിസിനസ് മോഡൽ മാറ്റേണ്ടി വന്നു, ഓൺലൈനിലേക്ക് മാറ്റേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ഹൈബ്രിഡ് മോഡലിലേക്ക് മാറ്റേണ്ടി വന്നു, LMS പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റേണ്ടി വരും. ഇനി ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് വെർച്വൽ റിയാലിറ്റിയുടെയും ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെയും മെറ്റാവേഴ്സിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് നമ്മൾ കടന്നു വരാൻ പോകുകയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ മാറ്റങ്ങളെല്ലാം കൊണ്ടുവരണം. അപ്പൊ സക്സസ് എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ട് 6 എലമെന്റുകൾ, 6 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അടങ്ങിയ, അത് നിങ്ങൾ ആ ഘടകങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാലാണ് സക്സസിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള 6 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഫ് കോഴ്സ് ഒന്നാമത്തെ കാര്യമാണ് നോളജ്. നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്തെക്കുറിച്ചും നമ്മുടെ മേഖലയെക്കുറിച്ചും നമ്മളെക്കുറിച്ചുള്ള അറിവാണ്. നമ്മളുടെ കപ്പാസിറ്റി എത്രമാത്രം ഇന്നത്തേക്ക് ഫിറ്റാണ്, ലോകത്തേക്ക് ഫിറ്റാണ്, നമ്മുടെ കയ്യിലുള്ള നോളജ് എന്ന് പറയുന്നത് ഇന്ന് എത്രമാത്രം റെലവെന്റ് ആണ് എന്ന് മനസ്സിലാക്കി ആവശ്യാനുസരണമായി മാറി മാറി വരുന്ന കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അറിവുകൾ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. 80കളിൽ സൂപ്പർ സ്റ്റാർ ആണെന്ന് വിചാരിച്ചിട്ട് 2022 സൂപ്പർ സ്റ്റാർ ആയിക്കൊള്ളുന്നില്ല. അത് മമ്മൂട്ടിയെ പോലെയുള്ള, മോഹൻലാലിനെ പോലെയുള്ള അപൂർവ ഇനത്തിന് മാത്രമേ പറ്റുള്ളൂ. അത് അതിജീവിക്കാൻ കഴിയാതെ, മാറാൻ കഴിയാതെ സ്റ്റെക്കായി നിന്നവരെല്ലാം വഴിയിൽ പലപ്പോഴായി ചിതറി ഓടിയിട്ടുണ്ട്, അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ 50 വർഷം അതിജീവിക്കണമെങ്കിൽ നമ്മളെ നോളജ്, ഓരോ കാലഘട്ടത്തെയും മനുഷ്യരുടെയും കസ്റ്റമറുടെയും അതല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന ആ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ ആവശ്യമായ അറിവുകൾ നമ്മൾ ആർജിച്ചുകൊണ്ടിരിക്കണം. വായനയിലൂടെ ആവാം, അതുപോലെ തന്നെ CD-കളിലൂടെ ആവാം, വീഡിയോ ക്ലാസ്സുകളിലൂടെ ആവാം, പുതിയ പുതിയ കോഴ്സുകളിലൂടെ ആവാം, ട്രെയിനിങ്ങുകളിലൂടെ ആവാം. ബട്ട് യു ഹാവ് ടു അപ്ഡേറ്റ് യുവർ നോളജ് എവറി ഡേ. പീരിയോഡിക്കലായിട്ട് നമ്മളത് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത്തതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ 10 വർഷം മുൻപുള്ള ആറ്റിറ്റ്യൂഡ്, അന്നത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഇന്ന് പലപ്പോഴും ഉപകാരപ്രദമായിരിക്കില്ല, ഉപയുക്തമായിരിക്കില്ല, ആവശ്യമുള്ളതായിരിക്കില്ല. അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ പുതിയ പുതിയ നോളജ് വരുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരും. ഒരു 10 വർഷം മുമ്പ് ബിസിനസ് ചെയ്ത ആളുടെ ആറ്റിറ്റ്യൂഡാണ് ഇന്ന്. അന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ കച്ചവടം ചെയ്തെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ സമയത്ത് അറിവുണ്ടെങ്കിൽ മാത്രമാണ് ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് രൂപപ്പെടും. അല്ലെങ്കിൽ 10 വർഷം മുൻപ് ആറ്റിറ്റ്യൂഡ് നമ്മൾ അവിടെ കിടക്കും. അന്നത് ബെസ്റ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് ഇന്നത് റെലവെന്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ പുതിയ നോളജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരും. 2022ലേക്കും 23ലേക്കും 24ലേക്കും ഒക്കെ ആവശ്യമുള്ള പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വരണമെങ്കിൽ നിരന്തരമായിട്ട് നോളജ് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അത് അപ്ഡേറ്റ് ആവുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നമ്പർ 3 എന്ന് പറയുന്നത് സ്കില്ലാണ്. സ്കില്ല് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ നമ്മുടെ കയ്യിലുള്ള സ്കില്ലും, ഇപ്പൊ എനിക്കുള്ള സ്കില്ലുകൾ പലതുണ്ടാവും. ഇന്നത്തെ എൻ്റെ സ്കില്ല് നാളെ ഔട്ട്ഡേറ്റഡ് ആണ്. ഇന്നിപ്പോ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നു എനിക്ക് നല്ലൊരു ടെലിഫോൺ ബൂത്ത് മാനേജ് ചെയ്ത് പരിചയമുണ്ട്, ഞാൻ ഗംഭീരമായി ടെലിഫോൺ ബൂത്ത് ചെയ്തിട്ടുണ്ട്. ഇറലവൻറ്റ്.
ഇറലവന്റ്. നിങ്ങൾക്ക് പഴയ ആ ഒരു കാലഘട്ടത്തിൽ, ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഒക്കെ നന്നാക്കുന്ന മിടുക്കനായിട്ടുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ അംബാസഡർ കാറൊക്കെ ഞാൻ അടിപൊളിയായിട്ട് മെയിൻ്റനൻസ് നടത്തുമായിരുന്നു, അല്ലെങ്കിൽ മെക്കാനിക് ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അതിവിടെ ഇല്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇലക്ട്രിക് കാറിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള പെട്രോൾ ഡീസൽ വെഹിക്കിളിന്റെ മെയിൻ്റനൻസും അതുപോലെ തന്നെ അതിന്റെ സ്കില്ലും മെക്കാനിക്കൽ സ്കില്ലും ഒന്നും ചിലപ്പോൾ റെലവെന്റ് ആവാതെ വന്നേക്കാം. അപ്പോൾ ആറ്റിറ്റ്യൂഡ് റെഡിയാക്കുന്നതിനനുസരിച്ച് നമ്മൾ മാറി മാറി വരുന്ന കാലഘട്ടത്തേക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ ആർജിച്ചെടുത്തുകൊണ്ടേ ഇരിക്കണം. 10 വർഷം മുൻപുള്ള കുട്ടികളല്ല ഇന്ന് നിങ്ങൾ അധ്യാപകരായിരിക്കാം. അധ്യാപകർ പഠിപ്പിക്കുന്നത് 10 വർഷം മുൻപ് പഠിപ്പിച്ച അതേ 8ാം ക്ലാസ് തന്നെയാണ്. പക്ഷെ 10 വർഷം മുൻപുള്ള കുട്ടികളല്ല ഇന്ന്. ആ കഴിവ് വെച്ചുകൊണ്ട്, ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്ന 8ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. ബിക്കോസ് യു നീഡ് എ ഡിഫറെന്റ് സ്കിൽ. യു ആർ മീറ്റിംഗ് എ ഡിഫറെന്റ് വേൾഡ്. എവറി ഇയർ ദേ ആർ ചേഞ്ചിങ്. ഓഫ് കോഴ്സ് അത് കസ്റ്റമറുടെ കാര്യത്തിലുണ്ട്. ഓരോ വർഷവും നിങ്ങളിപ്പോൾ 20ന്റെയും 30ന്റെയും ഇടയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽ വിൽക്കുന്ന ഒരു കടയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ വിൽക്കുന്നത് 20ന്റെയും 30ന്റെയും ഇടയിലായിട്ട് 30 വർഷമായിട്ട് വിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുന്ന ഈ 20കാരും 30കാരും ഒക്കെ മാറി 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 വരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ യു ഷുഡ് നോ ദ നോളജ്, യു ഹാവ് ടു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് യു ഹാവ് ടു അപ്ഡേറ്റ് യുവർ സ്കിൽ ടു മീറ്റ് ദ കറന്റ് ചാലഞ്ചസ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളുടെ ചാലഞ്ചസ് ഐഡന്റിഫൈ ചെയ്ത് അത് ഫുൾഫിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. പിന്നെയോ ഹാബിറ്റ്സ്, പുതിയ ശീലങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം. പുതിയ ശീലങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളുടെ നിലവിലുള്ള ശീലങ്ങളിൽ ഇന്നത്തെ മാർക്കറ്റിൽ ഇന്ന് നിങ്ങളെ സക്സസ് ആക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കൂടുതൽ ഞാൻ പറയേണ്ട, ശീലങ്ങളാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശീലങ്ങളാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ സ്വഭാവമാണ് നമ്മുടെ ശീലങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ നിങ്ങളുടെ ഹാബിറ്റിനെ നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ ബൗണ്ടറി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. സ്ട്രാറ്റജീസ് എക്സ്പാൻഡ് ചെയ്യണം. നിങ്ങളുടെ സക്സസ് ആകാൻ വേണ്ട, ഉദാഹരണത്തിന് നിങ്ങളുടെ 5 കോടിയുടെ ബിസിനസ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 കോടിയിലേക്ക് മാറണമെങ്കിൽ യു നീഡ് എ ഡിഫറെന്റ് നോളജ്, ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്, ഡിഫറെന്റ് സ്കിൽ, ഡിഫറെന്റ് ഹാബിറ്റ്, ഡിഫറെന്റ് സ്ട്രാറ്റജി. 5 കോടിയുടെ സമയത്തുള്ള അല്ലെങ്കിൽ 50 കോടിയുടെ സമയത്തുള്ള സ്കില്ല് കൊണ്ടോ നോളജ് കൊണ്ടോ ഹാബിറ്റ് കൊണ്ടോ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ 500 കോടിയിലേക്ക് എത്താൻ പറ്റില്ല. 500 കോടിയിൽ ഡിഫറെന്റ് വേൾഡ് ആണ്. അവിടെ നിങ്ങൾ വേറെ തന്നെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യണം, വേറെ സ്കിൽ ഉണ്ടായിരിക്കണം, ദെൻ ക്രിയേറ്റിവിറ്റി. അപ്പൊ ഇതെല്ലാം നമ്മൾ പൂർത്തിയാകുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത്. ആരും ചെയ്യാത്ത, അതുവരെ ആരും പറയാത്ത രീതിയിൽ, ആരും ചെയ്യാത്ത രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ് ഓഫ്കോഴ്സ് ഒരു സംരംഭകൻ എന്ന രീതിയിൽ, ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുന്നത്. നമ്മുടെ ഒരു ബ്രാൻഡ് സ്പേസ് ഉണ്ടെന്ന്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. 10 വർഷം മുൻപുള്ള ക്രിയേറ്റിവിറ്റി ഇന്ന് റെലവെന്റ് അല്ല. 2022 ക്രിയേറ്റിവിറ്റി ഡിഫറെന്റ് ആണ്. അത് 2025 പോകുമ്പോൾ അവിടെ ഇതായിരിക്കില്ല ക്രിയേറ്റിവിറ്റി, ഡിഫറെന്റ് ക്രിയേറ്റിവിറ്റി ആയിരിക്കും. അപ്പൊ കാലാകാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കഴിവിനെ ഡെവലപ്പ് ചെയ്യണം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ഡെവലപ്പ് ചെയ്യണം, നിങ്ങളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യണം, നിങ്ങളുടെ ഹാബിറ്റിനെ ഡെവലപ്പ് ചെയ്യണം, നിങ്ങളുടെ സ്ട്രാറ്റജീസ് മാറ്റിക്കൊണ്ടിരിക്കണം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ചെയ്യുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആകുന്നത്. അപ്പോൾ സ്കില്ല്, ഇപ്പോൾ നിങ്ങൾക്ക് സെയിൽസ് സ്കില്ലുണ്ട്, മുൻപുള്ള സ്കില്ലല്ല, 50 കോടിയുടെ അടുത്തുള്ള സെയിൽസ് സ്കില്ലോ മാനേജ്മെന്റ് സ്കില്ലോ ലീഡർഷിപ്പ് സ്കില്ലോ ആയിരിക്കില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ. അപ്പോൾ എന്ത് വേണം? നിങ്ങൾ 50 കോടി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് 500 കോടിയിലേക്ക് പോകണമെങ്കിൽ 500 കോടിക്ക് ആവശ്യമായിട്ടുള്ള നോളജ് നിങ്ങൾ അക്വയർ ചെയ്യണം. 500 കോടിയുടെ ബിസിനസ് സ്ഥാപനം എങ്ങനെ നടത്തും? 500 കോടിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ചാലഞ്ചുകൾ വരും? 500 കോടിക്ക് ആവശ്യമായുള്ള ബ്രാൻഡിങ് സ്ട്രാറ്റജി എന്തായിരിക്കും? പ്രോഡക്റ്റ് പൊസിഷനിങ് എവിടെയായിരിക്കും? ഏതെല്ലാം രീതിയിലാണ് അത് സ്കെയിൽ ചെയ്യേണ്ടത്? ഏതൊക്കെ രാജ്യത്തേക്ക് പോകേണ്ടി വരും? ഏതൊക്കെ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും? എങ്ങനെയാണ് അതിന്റെ കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസ് നടത്തേണ്ടത്? ഏത് രീതിയിലാണ് ഓവർ ഹെഡ് മാനേജ്മെന്റ് നടത്തേണ്ടത്? ബ്രാൻഡിങ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം? യു ഹാവ് ടു ലേൺ. ആ പ്രോഡക്റ്റിനെ കുറിച്ചും നോളജിനെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരും. ഓക്കെ, 50 കോടിയുടെ പറ്റില്ല, കുറെ ഡിഫറൻസ് വേണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് കുറച്ചും കൂടെ കമ്മിറ്റ്മെന്റ് കൂടുതൽ കാണിക്കേണ്ടി വരും, കുറച്ചും കൂടെ ഡെഡിക്കേഷൻ കൂടുതൽ കാണിക്കേണ്ടി വരും, കുറച്ചും കൂടെ സിൻസിയറിറ്റി, ഓണസ്റ്റി, അതുപോലെ തന്നെ പുതിയ സ്ട്രാറ്റജി, ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരും. സോ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അന്ന് 50 പേര് ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് 500 പേരുണ്ട്. ഓഫ് കോഴ്സ് ഐ ഹാവ് ടു ചേഞ്ച് മൈ ലീഡർഷിപ്പ് സ്കില്ല് മാറ്റണം, സെല്ലിംഗ് സ്കില്ല് മാറ്റണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാറ്റണം. ആസ് എൻ ഓൺട്രപ്രണർ എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല് മാറ്റണം, റിസ്ക് എടുക്കാനുള്ള സ്കില്ല് മാറ്റണം. ഇതിനെ ഡെവലപ്പ് ചെയ്യണം. അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനൊരു ശീലമാക്കി ബിൽഡ് ചെയ്തെടുക്കുക. പുതിയ പുതിയ സ്ട്രാറ്റജി, ഡെലിഗേഷൻ വേണ്ടി വരും, വിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, നിങ്ങൾ കൂടുതൽ ഫ്രീ ആകേണ്ടി വരും, പുതിയ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടി വരും, പുതിയ കണക്ഷൻസ് ബിൽഡ് ചെയ്യേണ്ടി വരും, പുതിയ ബ്രാൻഡിങ് സ്ട്രാറ്റജി കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ എന്നിട്ട് അതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ടുള്ള പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം. അപ്പോൾ ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം? നോളജ് നമുക്ക് ഈ 6 സാധനം നമ്മൾ എങ്ങനെ നിരന്തരമായിട്ട് പീരിയഡിക്കലായിട്ട് ഓരോ വർഷവും നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം?
അതിനുള്ള ടൂൾ കൂടെ ഞാൻ പറയുന്നത്, നോളജ് നിങ്ങൾ കൃത്യമായിട്ടുള്ള ടീച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ വായന, ട്രെയിനിങ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ വിവിധ തരത്തിൽ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുന്ന തരത്തിലുള്ള വിവിധ കോഴ്സുകളിലൂടെ നമ്മൾ ഇപ്പം എക്സിക്യൂട്ടീവ് MBA എടുക്കുന്ന പോലെ ഇപ്പം നമ്മുടെ തന്നെ ഒത്തിരി ബിസിനസ് കോഴ്സുകളുണ്ട്. സംരംഭകരെ പോളിഷ് ചെയ്ത് പുതിയ പുതിയ ചാലഞ്ചസുകൾ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായ കോഴ്സുകളിലൂടെ നിങ്ങളെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യമായ കോച്ചിങ്ങുകൾ നമ്മൾ കൊടുക്കുന്നു. സോ അതുപോലെയുള്ള ടീച്ചിങ്ങുകളിലൂടെ നമുക്ക് നോളജ് അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് കൗൺസിലിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ കൗൺസിലിംഗ് നമ്മുടെ ടീമിന്റെ നമ്മുടെ കൗൺസിൽ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ വേണ്ടി നമുക്കൊരു മെന്ററുമായിട്ട്, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സക്സസ്ഫുൾ ആയ ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ, അവരുമായിട്ടുള്ള സെഷനുകളിലൂടെ, അവരുമായിട്ട് ഇടപഴകുന്നതിലൂടെ നമുക്ക് നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ടീമിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണമെങ്കിൽ നമുക്കൊരു കൗൺസിലിംഗ് സെഷനിലൂടെ അവർ അപ്ഡേറ്റ് മാറ്റാം. പിന്നെ സ്കിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, ട്രെയിനിങ്ങിലൂടെ, പ്രോപ്പർ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ, സെയിൽസ് സ്കില്ലിന് വേണ്ട ട്രെയിനിങ്, മാനേജ്മെന്റ് സ്കില്ലിന് വേണ്ട ട്രെയിനിങ്, ലീഡർഷിപ്പ് സ്കില്ലിന് വേണ്ട ട്രെയിനിങ്, അതുപോലെ തന്നെ ടെക്നോളജി റിലേറ്റഡ് ആയ ട്രെയിനിങ്, കോഡിംഗ് റിലേറ്റഡ് ആയ ട്രെയിനിങ്, എന്താണ് റിക്വയർഡ് ആയിരിക്കുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നിരന്തരമായിട്ട് ട്രെയിനിങ് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ട്രെയിനിങ്ങിലേക്ക് കടന്നു ചെല്ലണം. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ നമ്മൾ കൊടുത്ത് ഡെവലപ്പ് ചെയ്യണം. പിന്നെ അടുത്തതാണ് ഹാബിറ്റ്. ഹാബിറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? ഹാബിറ്റിനെ കൃത്യമായിട്ട് ഒരു കോച്ചിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്, അത് കോൺഷ്യസ് ആയിട്ട് നിരന്തരമായിട്ട് ഒരു കോച്ചിന്റെ നേതൃത്വത്തിൽ തന്നെ നമ്മളത് നിരന്തരമായി മോണിറ്ററിങ്ങിന് വിധേയമായി. ഞാൻ ചെയ്യാറുള്ളത് എന്താ, ഒരു കോച്ചിനെ മെന്ററെ അസൈൻ ചെയ്തിട്ട്, പ്രത്യേകിച്ചും ഹെൽത്ത് ട്രെയിനിങ് എനിക്ക് പേഴ്സണൽ ട്രെയിനറാണ് ഉള്ളത്. എക്സസൈസ് ഞാൻ പുള്ളിക്കാരന് കാശ് കൊടുത്തിട്ട്, പുള്ളിക്കാരന് എല്ലാ ഫ്രീഡം കൊടുത്തിട്ട്, എന്നെ ശകാരിക്കാനും എല്ലാം കൊടുത്തിട്ട്, ഞാൻ സമയത്ത് എത്തിയില്ലെങ്കിൽ അയാൾ എന്നെ ചീത്ത പറയും, ഞാൻ സമയത്ത് ജോയിൻ ചെയ്തില്ലെങ്കിൽ ചീത്ത പറയും. ഈ രീതിയിൽ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായുള്ള കോച്ചിനെ കണ്ടെത്തി, ആ കോച്ച് നമ്മളെ കൃത്യമായി കോച്ച് ചെയ്യുമ്പോൾ, കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ പിന്നെ അത് നമ്മുടെ ശീലമായിട്ട് മാറി വരും. പിന്നെ സ്ട്രാറ്റജിയെ എക്സ്പേർട്ട്, ഇൻഡസ്ട്രി എക്സ്പേർട്ട്, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പേർട്ടുമായിട്ടുള്ള അഡ്വൈസിലൂടെ, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അവരുമായിട്ട് അഡ്വൈസ് ചോദിക്കുന്നതിലൂടെ നമ്മൾ പുതിയ പുതിയ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്തെടുക്കുക. ആൻഡ് മെന്ററിങ്ങിലൂടെ കൃത്യമായിട്ടുള്ള, അതുവരെ ആരും ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്ത പുതിയ പുതിയ ക്രിയേറ്റീവ് സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ യു നീഡ് ടു ഗിവ് മെന്ററിങ് ഓർ യു നീഡ് ടു സീക്ക് മെന്റേഴ്സ്. സോ ഇതാണ് നമ്മുടെ ലൈഫിനെ ഏത് ഘട്ടത്തിലും എക്സ്പാൻഡ് ചെയ്യാൻ, നമ്മൾ എക്സ്പയർ ആവാതിരിക്കാൻ, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവാതിരിക്കാൻ, നമ്മൾ മാർക്കറ്റിൽ നിന്ന് പുറന്തള്ളപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന 6 സാധനങ്ങൾ നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് അവിടെ സ്റ്റാഗ്നന്റ് ആയി മാറുന്നത്, എവിടെയെങ്കിലും സ്റ്റെക്കായി മാറുന്നത്, യു വിൽ എക്സ്പയർ, യുവർ ബിസിനസ് വിൽ എക്സ്പയർ. As an entrepreneur, your capability will expire. So thank you so much. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ടൊരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു 6 സ്ട്രാറ്റജി പോയിന്റ് ആണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇതിൽ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നത് താഴെ കമന്റിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ആസ് എൻ ഓൺട്രപ്രണർ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും, നിങ്ങളുടെ ടീമിനെ ബിൽഡ് ചെയ്യാനും, സെയിൽസ് സ്കില്ല് അടക്കമുള്ള കോച്ചിങ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. We are specialized in doing entrepreneurial transformation. Thank you so much. This is me, Casac Benjali.